ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ പ്രതാപൻ. 29/10/2025 കേരള കൗമുദിയിൽ ഒരു ന്യൂസ് പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിലെ ആരോഗ്യവകുപ്പ് ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചാണ് ആ ന്യൂസ്. 2018 ആയുഷ്മാൻ ഭാരത് എന്നൊരു പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അതനുസരിച്ച് ഒരു വ്യക്തിക്ക് ഗുണഭോക്താവിന് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ ലഭ്യമാണ്. അത് സർക്കാർ ആശുപത്രികളിലും എംപാനൽ ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൈവറ്റ് ആശുപത്രികളിലും അത് ലഭ്യമാണ്. അതനുസരിച്ച് ഒരാൾ പോയി രജിസ്റ്റർ ചെയ്യേണ്ടതും ആയുഷ്മാൻ കാർഡ് കരസ്ഥമാക്കേണ്ടതുമാണ്. ആയുഷ്മാൻ കാർഡ് കേരളത്തിലെ ജനസേവാ കേന്ദ്രങ്ങൾ വഴി അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. കേരളത്തിലെ ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കുന്നത് ഈ കാരുണ്യ സുരക്ഷാ പദ്ധതിയുമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം 60% തുക കേന്ദ്രവും 40% തുക കേരളവും ആണ് ചെലവഴിക്കേണ്ടത്. ഇത് കേരളത്തിൽ നടപ്പാക്കുന്നത് കാരുണ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഉള്ള കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുകൂടിയാണ് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ 2024 ബഡ്ജറ്റ് പ്രകാരം കേന്ദ്ര സർക്കാർ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഈ നേരത്തെയുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി കൂടാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യമായി കിട്ടുന്ന ഒരു പദ്ധതി കൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ പുതിയ പദ്ധതി പ്രകാരം 70 വയസ്സ് കഴിഞ്ഞവർക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി നോക്കാതെ എല്ലാ വയോജനങ്ങൾക്കും ഈ ആയുഷ്മാൻ ഭാരത് വന്ദന കാർഡ് എടുക്കുകയും അതനുസരിച്ച് സൗജന്യ ചികിത്സ ലഭ്യമാക്കാവുന്നതുമാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന 5 ലക്ഷം രൂപയ്ക്ക് പരിധിക്ക് പുറത്താണ്. വീണ്ടും ഒരു 5 ലക്ഷം രൂപയാണോ? നേരത്തെ ഉണ്ടായിരുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ചില BPL പോലെയുള്ള ചില വ്യക്തികൾക്ക് മാത്രമേ അത് ലഭ്യമായിരുന്നുള്ളൂ. പക്ഷേ 70 കഴിഞ്ഞവർക്ക് പുതിയ പദ്ധതി പ്രകാരം BPLും APLും ഉൾപ്പെട്ടവർക്കും ഈ 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ധനസഹായം ലഭ്യമാകുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ആയുഷ്മാൻ ഭാരത് വന്ദന കാർഡ് എടുക്കണം. അത് നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ CSC കോമൺ സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന അക്ഷയ പോലെയുള്ള സ്ഥലങ്ങളിലും പോയാൽ അവർക്ക് ഈ ആയുഷ്മാൻ ഭാരത് വന്ദന കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ നടപ്പാക്കാതിരിക്കുന്നത് എന്നതിൻ്റെ കാരണമായി കേരള കൗമുദി പറയുന്നത് ഇതിൽ വരുമാന പരിധി ബാധകമല്ല, അതുകൊണ്ടാണ് നടപ്പാക്കാത്തത്. അതേസമയം ആയുഷ്മാൻ ഭാരത് കാരുണ്യ സുരക്ഷാ പദ്ധതിയായി കേരളത്തിൽ നടപ്പാക്കുന്നത് വരുമാന പരിധി കൂടുതലുള്ളവർക്ക് അത് ലഭ്യമാകുകയില്ല. വരുമാന പരിധി കുറഞ്ഞവർക്ക് മാത്രമാണ് അത് ലഭ്യമാകുന്നത്. ഈ ആയുഷ്മാൻ ഭാരത് ഒരുപക്ഷെ വയോജനങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായ കാര്യമാണ്. അത് വരുമാന പരിധി ഉള്ളവർക്കും പരിധിയിൽ കവിഞ്ഞവർക്കും അത് ലഭ്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ഒരുപക്ഷെ വലിയ വരുമാനമുള്ളവർ അത് അവൈൽ ചെയ്യണമെന്നില്ല, ചെയ്യാൻ സാധ്യത ഉള്ളതും കുറവായിരിക്കാം. എങ്കിലും വരുമാന പരിധി കൂടുതലുള്ളത് കൊണ്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്
ആ വയോജനങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു പദ്ധതിയുടെ നിഷേധമാണ്. അതുകൊണ്ട് സർക്കാർ വയോജനങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് എടുക്കേണ്ടതാണ് എന്നാണ്